നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കേന്ദ്ര മന്ത്രിസഭയിൽ അതിരൂക്ഷമായ ഭിന്നാഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. ഏറ്റവും പ്രധാനമായി ഭിന്നാഭിപ്രായം നേരിടുന്നത് സാമ്പത്തിക വിഷയങ്ങളിൽ തന്നെയാണ്. നിരവധിയായ യോജനാ സ്കീമുകൾ, അത് ക്ഷേമ സ്കീമുകൾ, അത് കൃത്യമായി വഴിതെറ്റിച്ച് വിടുകയാണ്. അതായത് BJP പ്രവർത്തക ഫണ്ട് രൂപീകരിക്കാൻ, അതിൻ്റെ ആസ്തി വർദ്ധിപ്പിക്കാൻ, അതിൽ നിന്നും നേതാക്കൾക്ക് അടിച്ചു മാറ്റാൻ കൗശൽ യോജന തുടങ്ങി നിരവധിയായ പദ്ധതികളെ വഴിമാറ്റി പണം വെട്ടിച്ചെടുക്കുകയാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് BJPയുടെ കേന്ദ്ര നേതാക്കൾ. ഇതിന് കൂട്ടുനിൽക്കുന്നത് ആരൊക്കെയെന്ന് തങ്ങൾക്ക് വളരെ വ്യക്തമായി അറിയാം എന്നതും പറയുകയാണ്. BJP ടീമിൽ ഒരു കോക്കസ് ഉണ്ട്, അതിൻ്റെ പുറത്ത് നിൽക്കുന്ന മറ്റ് നേതാക്കളുമുണ്ട്. അതായത് BJPയുടെ പ്രോസസ്സിങ് നടത്തുന്നത് മുഴുവൻ ഈ കോക്കസാണ്, ഈ ഒരു ബെൽറ്റ്. അവരാണ് കൃത്യമായും അടിയന്തരമായി ഏതൊക്കെ അട്ടിമറി നീക്കങ്ങളാണ് നടത്തേണ്ടത്, വിവിധ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ, അതിനുവേണ്ടി ഫണ്ട് റിലീസ് ചെയ്യൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വൃത്തികെട്ട കളികൾ കളിക്കുന്നത് ഇവരാണ്. എന്നാൽ ഇതിലൊന്നും പെടാത്ത പ്രധാന തസ്തികകളിരിക്കുന്ന വലിയ ഉത്തരവാദിത്ത ബോധമുള്ള നേതാക്കളും ഉണ്ട്. അതിൽ രണ്ടുപേരാണ് രാജ്നാഥ് സിംഗും നിതിൻ ജയറാം ഗഡ്കരി. ഇരുവരെയും പല കാര്യങ്ങളും അറിയിക്കാറില്ല എന്നുള്ളതാണ് ശരിയായ കാര്യം. അതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിനുശേഷം മാത്രമേ ചർച്ചയാകുന്നുള്ളൂ. നമുക്കറിയാം, എപ്പോഴും ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാബിനറ്റാണ് അടിയന്തരമായ യോഗങ്ങൾ ചേരുന്നത്, ക്യാബിനറ്റ് മന്ത്രിമാരാണ് അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയെടുത്ത് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്നാൽ ഈ ക്യാബിനറ്റിൽ സഹമന്ത്രിമാരോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരോ അവരൊന്നും തന്നെ യഥാവിധി പങ്കെടുക്കാറില്ല, അല്ലെങ്കിൽ പങ്കെടുപ്പിച്ചാൽ പോലും അവർക്കാർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലതാൻ. എന്നാൽ ക്യാബിനറ്റിൽ 2ഉം 4ഉം സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന പ്രധാന നേതാക്കളെ മറികടന്നുകൊണ്ട് മറ്റ് മന്ത്രിമാർ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ധർമ്മേന്ദ്ര പ്രധാനും അമിത്ഷായും അതുപോലെ തന്നെ JP നദ്ദയും ചേരുന്ന ഒരു കോക്കസ്. ഇവർ നരേന്ദ്രമോദിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണ്. ഒരുപക്ഷെ നിർമ്മല സീതാരാമനെ കൊണ്ട് പാവ കളിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റില്ല. നിർമ്മല സീതാരാമനും ദ്രൗപദി മുർമുവും കഥയറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുവർക്കും കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്ന് ഒരു നാടൻ ശൈലിയുണ്ട്. അതായത് കൃത്യമായി ഇവരുടെ തലയിൽ എല്ലാ പാപഭാരങ്ങളും കൊണ്ടുവയ്ക്കുക. ഇതാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും JP നദ്ദയുടെയും അതുപോലെ ഏറ്റവും ഒടുവിൽ ആ കോക്കസിൽ, ആ കൂട്ടുകെട്ടിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒഡീസയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാനും കൂടി ചെയ്യുന്നത്.